പടക്കളം അധ്യായം 4. വീഴുന്നതിനിടയിൽ തന്നെ മെമ്പർ ശിവരാമൻ ഒരു മിന്നൽ പോലെ ആ രൂപത്തെ കണ്ടിരുന്നു. കയ്യിൽ കുറുവടിയുമായി കനത്ത ഇരുളിന്റെ ഒരു രൂപം. കാൽമുട്ടുകൾക്ക് താഴ്ഭാഗത്തുള്ള അസ്ഥികൾ ഒടിഞ്ഞു തകർന്നതുപോലെയാണ് അയാൾ നിലവിളിച്ചത്. ആ ക്ഷണം കുറുവടി പിന്നെയും ഉയർന്നു താണു. എന്നാൽ അടിക്കുന്ന ആളിൽ നിന്ന് യാതൊരു ശബ്ദവും പുറത്തു വന്നില്ല. ശിവരാമന്റെ ഹൃദയം പിളരുന്ന നിലവിളി ആ പ്രദേശമാകെ മാറ്റൊലി കൊണ്ടു. തൊട്ടടുത്തെങ്ങും വീടുകളില്ലായിരുന്നെങ്കിലും തെല്ലകലയുള്ള വീടുകളിൽ ഉണ്ടായിരുന്നവർ മുറ്റത്തെത്തി ഇരുളിലേക്ക് തുറച്ചു നോക്കി. എന്നാൽ അത്രയും രാത്രിയായ നേരത്ത് കാര്യം എന്താണെന്നൊന്നും തിരക്കാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇരുളിൽ ഉയരുന്ന നിലവിളികൾ മണപ്പള്ളിക്കാർക്ക് പുതുമയുള്ളതല്ലല്ലോ. ശിവരാമന്റെ ശബ്ദം നേർത്തു വന്നു. ആ മനുഷ്യൻ പെട്ടെന്ന് പിന്തിരിഞ്ഞു. ഇരുളിൽ അലിഞ്ഞു ചേർന്നതുപോലെ അപ്രത്യക്ഷനായി. ശിവരാമൻ നിലവിളി നിർത്തി എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ആ ഇടവഴിയിലൂടെ രാത്രിയിൽ വരാൻ തോന്നിയ നിമിഷങ്ങളെ അയാൾ സ്വയം പഴിച്ചു. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ പറഞ്ഞതാണ് കാറിൽ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാമെന്ന്. പക്ഷേ മനസ്സിൽ മറ്റൊരുദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ വഴി പോന്നത്. നിലത്തുകൂടി ഇഴഞ്ഞും വലിഞ്ഞും മുന്നോട്ട് നീങ്ങിയ ശിവരാമൻ മുഖത്തുകൂടി എന്തോ ഒലിച്ചിറങ്ങുന്നുവെന്ന് തോന്നിയപ്പോൾ തടവി നോക്കി. കട്ടിയുള്ള ദ്രാവകം കൈ മൂക്കിനടുത്തേക്ക് അടുപ്പിച്ചു. പച്ചച്ചോരയുടെ ഗന്ധം. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഇരുട്ട് ശിവരാമന്റെ കണ്ണുകളിലേക്കും അരിച്ചരിച്ച് കയറി. ആ നേരത്ത് ഋഷിയെ വീട്ടിൽ കാണാതെ പരിഭ്രമിക്കുകയായിരുന്നു പ്രേമചന്ദ്രനും മറ്റും. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാണ്? പ്രേമചന്ദ്രന് എന്തോ ആപത്ശങ്ക തോന്നി. മകന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ എന്താണെന്ന് തനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ളതാണ്. അവൻ തങ്ങൾക്ക് കൈവിട്ടു പോകുമോ എന്നൊരു സംശയം. ഇരുട്ടിലൂടെ മുറ്റത്തുകൂടി അസ്വസ്ഥതയോടെ അയാൾ അങ്ങിങ്ങ് നടന്നു. വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു അമൃതയും വിനയും. നിത്യമോൾ ഉറങ്ങിക്കിടക്കുകയാണ്. സമയം കടന്നുപോയി. ആരോ തിടുക്കത്തിൽ മുറ്റത്തേക്ക് വന്നു. പ്രേമചന്ദ്രൻ തിരിഞ്ഞു നോക്കി. ആരാ? ഞാനാ അച്ഛ. ഋഷിയുടെ ശബ്ദം. നീ എവിടെ പോയിരുന്നു? വെറുതെ ഒന്ന് നടക്കാൻ പറഞ്ഞിട്ട് തിടുക്കത്തിൽ അവൻ മുറിക്കുള്ളിലേക്ക് കയറി. മറ്റുള്ളവർ അവന്റെ പിന്നാലെ ചെന്നു. അമൃത വിളക്കുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. വിയർത്ത് കുളിച്ച മുഖം, ഷർട്ടും വിയർപ്പിൽ കുളിച്ച് ശരീരത്തോടൊട്ടിയിരിക്കുന്നു. വല്ലാത്തൊരു തരം ഭാവമായിരുന്നു അവന്റെ കണ്ണുകളിൽ. പക തിളങ്ങുന്ന ഒരു കാട്ടുമൃഗത്തിന്റെ കണ്ണുകൾ. പറയടാ, നീ എവിടെയായിരുന്നു? കോപവും വിഷമവും നിറഞ്ഞ ശബ്ദത്തിൽ അമൃത തിരക്കി. പറഞ്ഞില്ലേ വെറുതെ ഒന്ന് നടക്കാൻ പോയി. ഇല്ല, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട നീ. അമൃത വിളക്ക് താഴെ വെച്ചിട്ട് അവന്റെ ഇരുഭുജങ്ങളിലും പിടിച്ചുലച്ചു. നീയും ഞങ്ങളെ തീ തീറ്റിക്കുമോ മോനെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലെ മറ്റുള്ളവർ കോരി വായിലേക്കിടുന്ന തീ തിന്നാൻ എനിക്ക് മനസ്സുമില്ല. അമ്മയുടെ പിടിയിൽ നിന്ന് വഴുതി മാറി അവൻ അപ്പുറത്തേക്ക് പോയി. അമൃതയും പ്രേമചന്ദ്രനും മുഖാമുഖം നോക്കി. വിനയ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആ രാത്രി പോയി. പിറ്റേന്ന് രാവിലെ മണപ്പള്ളിയിൽ വാർത്ത പരന്നു. മെമ്പർ ശിവരാമനെ ആരോ തല്ലിച്ചതച്ചു. അവശനിലയിലായി കഴിഞ്ഞിരുന്ന അയാളെ പുലർച്ചെയാണ് ഇടവഴിയിൽ കൂടി വന്ന ആരോ കണ്ടെത്തിയത്. അപ്പോൾ ചലനമില്ലാതെ കിടന്നിരുന്ന ശിവരാമൻ മരിച്ചതാണെന്ന് കരുതി ആളുകൾ ഓടിക്കൂടിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെന്നറിഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒന്നും പറയാറായിട്ടില്ല. രാവിലെ താൻ അറിഞ്ഞ വാർത്ത പ്രേമചന്ദ്രൻ അമൃതയോട് പറയുന്നത് കേട്ടുകൊണ്ട് പായിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടക്കുകയായിരുന്നു ഋഷി. ഇന്നാടാ കാപ്പി. വിനയ ഒരു ഗ്ലാസ് കടും കാപ്പി നീട്ടി. അവിടെ വെച്ചേര്. അവൻ വീണ്ടും കണ്ണടച്ചു. അവൾ കാപ്പി അവിടെ വെച്ചിട്ട് അവരെ തന്നെ നോക്കി നിന്നു. ഇന്നെന്താ ഇത്രയും നേരമായിട്ടും നീ എഴുന്നേൽക്കാത്തത്? അവൻ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അറിഞ്ഞില്ലേടാ നീ ആ ശിവരാമൻ സാറിനെ രാത്രിയിൽ ആരാണ്ട് തല്ലിയെന്ന്? ആ, വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അവൻ ഷീറ്റ് വലിച്ച് തലയിലൂടെ ഇട്ടു. വിനയ അവന്റെ അടുത്തിരുന്നു. അയാള് ചത്താൽ നിന്നെ തിരക്കി പോലീസ് വരുമോ? ഞെട്ടലോടെ അവൻ ചാടി എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? ഒന്നും ഒളിക്കാൻ നോക്കണ്ട നീ. മറ്റാർക്കും അറിയില്ലെങ്കിലും ഈ വീട്ടിലുള്ളവർക്കറിയാം ആരാണ് മെമ്പറെ തല്ലിയതെന്ന്. അവൻ തലകുനിച്ചിരുന്നു. പ്രേമചന്ദ്രൻ ഭാര്യയ്ക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഋഷിയോട് ഒന്നും ചോദിക്കരുതെന്ന്. 9 മണി കഴിഞ്ഞപ്പോൾ അയാൾ കോടതിയിൽ പോകുവാൻ തയ്യാറായി. അറിയാവുന്ന ഈശ്വരന്മാരോടൊക്കെ തന്റെ മകന് ജാമ്യം കിട്ടണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. അമൃതയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മുറ്റത്ത് ഒരു മാവില കൊണ്ട് പല്ല് തേച്ചുകൊണ്ട് അലക്ഷ്യഭാവത്തിൽ നിൽക്കുന്ന ഋഷിയെ കണ്ടു. നീ കൂടുതൽ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ ഋഷി. ഒന്നാമത് ഇന്ന് യദുമോനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമാ. രണ്ടാമതെന്താണെന്ന് അയാൾ പറഞ്ഞില്ല. പക്ഷേ ഋഷിക്ക് അത് മനസ്സിലായെങ്കിലും അവൻ മൗനം പാലിച്ചു. പ്രേമചന്ദ്രൻ ടെമ്പോ വാനിലേക്ക് കയറുവാൻ നേരത്താണ് റോഡിൽ ഒരു ബൈക്ക് വന്നു നിന്നത്. അതിൽ നിന്ന് 2 പേർ ഇറങ്ങി. വാനിന്റെ ഫുഡ് റെസ്റ്റിലേക്ക് കാൽവെച്ച പ്രേമചന്ദ്രൻ അത് പിൻവലിച്ച് തിരിഞ്ഞു നോക്കി.
അവരിൽ ഒരാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ. പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. എന്താ പ്രേമ, അറിയുമോ? ആ മനുഷ്യൻ അടുത്തു വന്ന് കൈപിടിച്ചു. സത്യം പറയാമല്ലോ, ശരിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്റെ പേര് ധർമ്മജൻ. മണപ്പള്ളിയിൽ തന്നെയാ വീട്. 5-8 കൊല്ലം വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസമാ വന്നത്. ഇപ്പോൾ പ്രേമചന്ദ്രന് മനസ്സിലായി. താൻ ഈ നാട്ടിൽ വന്ന കാലത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്. പ്രേമൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുകയാണോ? അതെ. എങ്കിൽ വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കാം. ഇയാളെന്റെ അളിയന. ധർമ്മജൻ ഒപ്പം വന്ന ആളിനെ പരിചയപ്പെടുത്തി. കുറച്ച് വസ്തു വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴറിഞ്ഞു താൻ ഇവിടം വിൽക്കാൻ പോകുകയാണെന്ന്. പ്രേമചന്ദ്രന്റെ മുഖം തെളിഞ്ഞു. അതെ, അങ്ങനെയൊരു ഉദ്ദേശമുണ്ട്. എങ്കിൽ ഞങ്ങളിനി നാളെ വരാം. അപ്പോഴേക്കും തന്റെ വസ്തുവിന് എന്ത് വില വേണമെന്നും മറ്റും ചിന്തിച്ചു വെച്ചോളൂ. ശരി. അവർ യാത്ര പറഞ്ഞു പോയി. കിട്ടുന്ന വിലയ്ക്ക് വസ്തു വിൽക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. എല്ലാം കൊണ്ടും ഇന്നൊരു ശുഭദിനമാണെന്ന് അയാൾക്ക് തോന്നി. യദുരാമന് ഇന്ന് ജാമ്യം കിട്ടുമെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. പിന്നെ ഈ വസ്തു കൂടിയൊന്ന് വിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെകുത്താന്മാരില്ലാത്ത എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു. വസ്തു കച്ചവടം നടക്കുമോ പപ്പ? അടുത്തു വന്ന് ഋഷി ചോദിച്ചു. അയാൾ അവനെ തുറച്ചു നോക്കി. അനന്തരം അമർത്തിയൊന്ന് മൂളിയിട്ട് ടെമ്പോ വാനിൽ കയറിപ്പോയി. അപ്പോൾ ഗോപിനാഥും വാവച്ചനും ഹരിലാലും മെമ്പർ ശിവരാമനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രിയിലുണ്ടായിരുന്നു. ആരെയും അയാൾക്കരികിലേക്ക് ഡോക്ടർ കടത്തിവിട്ടിരുന്നില്ല. രക്തം ധാരാളം വാർന്നു പോയതിനാൽ 4 കുപ്പി രക്തമാണ് എടുത്തു നൽകേണ്ടി വന്നത്. വാവച്ചന്റെയും ഹരിലാലിന്റെയും രക്തം എടുത്തു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ആശുപത്രി വരാന്തയിൽ ആരുമില്ലാത്ത ഒരു ഭാഗത്ത് അവർ മാറി നിന്നു. ശിവരാമന്റെ മകൾ ഉഷയും ഭാര്യ രത്നാമ്മയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹരിലാലിന് ഉഷയെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും വളരെ ഗൗരവമേറിയ ഒരു കാര്യം പറയുവാനായി ഗോപിനാഥ് അവനെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്താടാ? യദുരാമനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമാണെന്ന് മറന്നുപോയോ? ഹരിലാലും വാവച്ചനും പെട്ടെന്ന് ജാഗരൂകരായി. അവനിന്ന് ബെയിൽ കിട്ടുമോ? കിട്ടിയേക്കും. ജെയിംസ് തോമസ് സാർ അങ്ങനെയാണ് പറഞ്ഞത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇന്ന് കോടതിയിൽ എന്ത് ന്യായങ്ങൾ നിരത്താൻ കഴിയും അവന് ജാമ്യം കിട്ടാതിരിക്കാനായിട്ട്? അല്പനേരം അവർക്കിടയിൽ മൗനം പരന്നു. മൂവരും കണ്ണിൽ നോക്കി. അവൻ പുറത്തു വന്നാൽ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹരിലാൽ പിറുപിറുത്തു. ചീങ്കണ്ണി പരമുവിനോട് പോലും തല്ലുകൂടിയവനല്ലേ? എന്നാലും എത്ര പെട്ടെന്നാ അവനിങ്ങനെ മാറിയത്? വാവച്ചൻ ആരോടെന്നില്ലാതെ തിരക്കി. അതിന് കാരണക്കാര് നമ്മൾ തന്നാണേലും ഇപ്പോൾ അതേക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഗോപിനാഥ് അസ്വസ്ഥനായി. എന്തു വേണമെന്ന് അളിയൻ തന്നെ പറ. ഗോപിനാഥിന്റെ കണ്ണുകൾ കുറുകി. കൈവിരലുകൾ പരസ്പരം കോർത്ത് ഞൊട്ട വിട്ടുകൊണ്ട് അവൻ നിന്നു. പിന്നെ അണപ്പല്ലുകൾ കടിച്ചമർത്തി പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരും മുൻപ് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. യോ, പണ്ടത്തെ പോലെ വീട് കയറി ഒരാക്രമണം വേണ്ട, ഹരിലാൽ പെട്ടെന്നറിയിച്ചു. ഗോപിനാഥ് പുച്ഛഭാവത്തിൽ ചിരിച്ചു. കളി അങ്ങനെയല്ലടാ മണ്ട. അവൻ ഈ മണപ്പള്ളിക്ക് തന്നെ അപമാനമാണെന്നും നമ്മുടെ മണ്ണിൽ കാലുകുത്തരുതെന്നും ആളുകളെ കൊണ്ട് പറയിക്കണം. അതുകൊണ്ട് മടങ്ങിപ്പോകാൻ പറയണം. അവൻ പോകത്തില്ല, പോകരുത്. അതാണ് നമുക്ക് വേണ്ടത്. തന്റെ ആശയം അവൻ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു തുടങ്ങി. സമയം 11 മണി. കോടതി കൂടി. യദുരാമന്റെ കേസ് വിളിച്ചത് ഉച്ചഭക്ഷണത്തിന് കോടതി പിരിയുന്നതിന് അല്പം മുമ്പാണ്. ഇത്തവണ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദത്തിന്റെ മുനയൊടിച്ചു കളഞ്ഞു അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷ്. കോടതി അവനെ ജാമ്യം അനുവദിച്ചു. യദുരാമന്റെ മുഖത്ത് പക്ഷേ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. മകന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നെഞ്ചിടിപ്പുമായി ജനാലയ്ക്കൽ നിൽക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. അവൻ കോടതി മുറിക്ക് പുറത്തെത്തിയതോടെ അയാൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്റെ മോനെ, പപ്പാ. യദുവിന് തുടർന്ന് ശബ്ദിക്കാനായില്ല. കുറ്റവാളിയാക്കപ്പെട്ട നിരപരാധിയുടെ ഹൃദയസങ്കടങ്ങൾ അത്രയും ആ ശബ്ദത്തിലുണ്ടായിരുന്നു. ജയിലിൽ മുതലിങ്ങോട്ട് കഴിഞ്ഞ നിമിഷം വരെ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യമത്രയും പപ്പയുടെ ഒറ്റ വിളി കൊണ്ട് ചോർന്നു പോകുന്നതായി തോന്നി അവന്. പാടില്ല. അവന്റെ മനസ്സ് മന്ത്രിച്ചു. സങ്കടങ്ങൾക്ക് മുന്നിൽ അലിയുവാനുള്ളതല്ല നിന്റെ മനസ്സ്. ഏയ്, ഇങ്ങനെ നിന്നാൽ മതിയോ? ശബ്ദം കേട്ടപ്പോഴാണ് ഇരുവർക്കും പരിസരബോധം ഉണ്ടായത്. വിട്ടകന്ന് നോക്കുമ്പോൾ അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷും കടുവ സുനിലും ചിരിച്ചുകൊണ്ട് അടുത്തു നിൽക്കുന്നു. വീട്ടിലേക്ക് ചെല്ല്. മറ്റുള്ളവരും യദുവിനെ കാണുവാൻ കാത്തിരിക്കുകയല്ലേ. ഞങ്ങൾ പുറപ്പെടുകയാ. പ്രേമചന്ദ്രൻ മകനെയും കൂട്ടി ടെമ്പോ വാനിൽ യാത്രയായി. പട്ടണം പിന്നിടുന്നതുവരെ ഇരുവരും ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടെ പ്രേമചന്ദ്രൻ മകനെ നോക്കി. അകലേക്ക് നോക്കി ഒരേ ഇരിപ്പ് തന്നെ. നീ എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല പപ്പ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. മോനോട് പറയണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം പപ്പ നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം. അയാൾ വണ്ടിയുടെ വേഗത അല്പമൊന്ന് കുറച്ചു.
നേരത്തെയുള്ള ഇതുവല്ല നീ ഇപ്പോൾ നാട്ടുകാരുടെ കണ്ണുകളിൽ. അതുകൊണ്ട് അവർ എങ്ങനെ പ്രതികരിച്ചാലും അത് ശ്രദ്ധിക്കരുത്. മനഃപൂർവ്വം ആരെങ്കിലും പ്രശ്നത്തിന് വന്നാൽ പോലും ഒഴിഞ്ഞു മാറിയേക്കണം. യദുരാമൻ തലകുനിച്ചു. നീയെന്താ മിണ്ടാത്തത്? അത് പപ്പ. വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ മനസ്സ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാനിത് പറഞ്ഞത്. നീ ആരോടും ഒന്നിനും പോകില്ലെന്ന് പപ്പയ്ക്ക് ഉറപ്പു തരണം. അവന്റെ മുഖം വിളറി. എന്താടാ, നിനക്ക് പപ്പ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റില്ലേ? യദുരാമന്റെ മനസ്സിൽ പല മുഖങ്ങളും മിന്നിമറഞ്ഞു. അവരെയൊക്കെ വെറുതെ വിടുകയെന്ന് പറഞ്ഞാൽ? മോനെ, ഇപ്പൊ തന്നെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയാമോ നിനക്ക്? കേസിന് പപ്പ പണമുണ്ടാക്കിയത് വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചിട്ടാ. അപ്പോഴും അവൻ മൗനം. അയാൾ തുടർന്നു. അതല്ല, നിനക്ക് ഇനിയും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടണമെങ്കിൽ എനിക്കും നിന്റെ മമ്മിക്കും സഹോദരങ്ങൾക്കുമെല്ലാം കൂടി കുറച്ച് വിഷമിങ്ങി വാങ്ങി തന്നേര്. പപ്പ. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൻ വിളിച്ചുപോയി. എങ്കിൽ നീ എനിക്ക് വാക്ക് താടാ. വാക്ക്, അവൻ പറഞ്ഞു. പ്രേമചന്ദ്രന്റെ മുഖം തെളിഞ്ഞു. ടെമ്പോ വാൻ മണപ്പള്ളിയിലെത്തി. പെട്ടെന്നാണ് പ്രോഗ്രസീവ് ക്ലബിനരികിൽ നിന്ന് ഒരു സംഘം ആളുകൾ റോഡിലേക്ക് ചാടിയതും വണ്ടി തടഞ്ഞതും. നിർത്തടാ. പ്രേമചന്ദ്രന്റെ കാൽ ബ്രേക്കിൽ ആഞ്ഞമർന്നു. വല്ലാത്തൊരു ശബ്ദത്തോടെ വണ്ടി നിന്നു. എന്താ? തല പുറത്തേക്കിട്ട് അയാൾ തിരക്കി. ഒരാൾ യദുരാമന്റെ നേർക്ക് കൈ ചൂണ്ടി. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികളെ പിഴപ്പിക്കുന്ന ഈ കഴിവേറി മോൻ മണപ്പള്ളിയിൽ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. തിരിച്ചു പോടാ. അല്ലെങ്കിൽ അവന്റെ തന്തയായ നിന്നെയും ഞങ്ങൾ തീർക്കും. ആൾക്കൂട്ടത്തിന് പിന്നിൽ വാവച്ചനും ഗോപിനാഥും ഹരിലാലും നിൽക്കുന്നത് യദുരാമൻ കണ്ടു. അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കണ്ണുകൾ കത്തിയെരിഞ്ഞു. ആളുകൾ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ ശ്രദ്ധിക്കാതെ അവൻ ഞൊടിയിടയിൽ ടെമ്പോ വാനിന്റെ ഡോർ തുറന്ന് പുറത്തേക്കാഞ്ഞു. അധ്യായം 5. ഗോപിനാഥിന്റെയും വാവച്ചന്റെയും ഹരിലാലിന്റെയും മുഖങ്ങൾ മുന്നിൽ കണ്ടപ്പോൾ തന്നെ യദുരാമന്റെ കണ്ണുകളിൽ 2 തീപ്പൊട്ടുകൾ പാറി വീണ് കഴിഞ്ഞിരുന്നു. രക്തം ഞരമ്പുകളിൽ തിളച്ചു പൊങ്ങിയത് ഒരു സെക്കൻഡ് കൊണ്ടാണ്. തന്റെ ശത്രുക്കൾ, കൊലയാളികൾ, തന്നെ ചതിച്ചവർ, തന്റെ കുടുംബം തകർത്തവർ. അരക്ഷണം കൊണ്ട് അവൻ പപ്പയ്ക്ക് കൊടുത്ത വാക്ക് മറന്നു. മനസ്സിൽ പ്രതികാരത്തിന്റെ ലാവ തിളച്ചു മറഞ്ഞു. ഞൊടിയിടയിൽ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് കുതിക്കാനാഞ്ഞതും പ്രേമചന്ദ്രൻ അവന്റെ കയ്യിൽ കടന്നു പിടിച്ചതും ഒന്നിച്ചായിരുന്നു. മോനെ. ആ വിളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് നീ തന്ന വാക്ക് മറന്നോ? വന്യമൃഗത്തിൻ്റെതുപോലെ ഒരു മുരൾച്ച അവനിൽ നിന്നുണ്ടായി. ഇങ്ങോട്ടിറങ്ങി വാടാ, നീ ആണാണെങ്കിൽ. ജനങ്ങൾ യദുരാമന് നേരെ കൈ ചൂണ്ടി അലറി. വരാമടാ, ഞാൻ വരാം. അവനും വിളിച്ചു പറഞ്ഞു. മോനെ, എന്തിനാ നിന്റെ പുറപ്പാട്? എന്തിനും ഒരുങ്ങി നിൽക്കുന്ന ഈ ആളുകളുടെ കൈകൊണ്ട് മരിക്കാനോ? ഇത്തരം സന്ദർഭങ്ങളിൽ ആവേശമല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. യദുരാമൻ അയാളെ തുറച്ചു നോക്കി. നീ ആദ്യം ആ ഡോറടക്കി. അവൻ അനുസരിച്ചു. ഒരു പ്രശ്നമുണ്ടാക്കി നിന്നെ വീണ്ടും ജയിലിലേക്ക് അയക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. അത് പാടില്ല. തൽക്കാലം ക്ഷമ കാണിച്ചേ പറ്റൂ. ഞാനീ നാട്ടിൽ നിൽക്കരുതെന്ന് ഇവന്മാർ പറഞ്ഞത് അനുസരിക്കണമെന്നാണോ പപ്പ പറയുന്നത്? ഗോപിനാഥിനെയും മറ്റും നോക്കിക്കൊണ്ട് കടപ്പല്ലുകൾ കടിച്ചമർത്തി അവൻ ചോദിച്ചു. അല്ല, ഇവന്മാരോട് ഞാൻ സംസാരിക്കാം. പക്ഷേ നീ വാനിൽ നിന്ന് പുറത്തിറങ്ങരുത്. യദുരാമൻ മിണ്ടിയില്ല. നീ അനുസരിക്കുമോ? അവൻ മൂളി. ഒരു പക്ഷേ അവർ എന്റെ മേൽ കൈവച്ചെന്നിരിക്കട്ടെ. നീ അനങ്ങരുത്. പപ്പ, ഞാൻ അറിയാം. എനിക്ക് എന്നെ ഏതായാലും അവര് കൊല്ലത്തില്ല. കാരണം എന്നെയല്ല, നിന്നെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് പപ്പയ്ക്ക് തല്ലുകിട്ടിയാൽ നീ അത് കാണണ്ട. കണ്ണടച്ചിരുന്നോ. അയാൾ കൈനീട്ടി യദുരാമൻ ഇരുന്ന ഭാഗത്തെ ഡോർ പൂട്ടിയിട്ട് താക്കോൽ പോക്കറ്റിലിട്ടു. ഇനി താൻ ഡോർ തുറക്കാതെ അവന് പുറത്തിറങ്ങാൻ കഴിയില്ല. ആയുധങ്ങളുമായി വഴിമുടക്കി നിന്നവരെ പ്രേമചന്ദ്രൻ ദയനീയ ഭാവത്തിൽ നോക്കി. സഹോദരങ്ങളെ, ഞങ്ങളോടൽപ്പം ദയ കാണിക്ക്. ആ പെൺകുട്ടിയെ കൊന്നത് എന്റെ മകനല്ലെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. അത് പോകട്ടെ. എന്റെ മകന്റെ ഭാഗത്തുനിന്ന് ഇനി യാതൊരു തെറ്റും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. വേണമെങ്കിൽ ഇതിനായി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ജീവിക്കാൻ അനുവദിക്കണം. തൊഴുതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. ആരവം മുഴക്കി കൊലവിളികളുമായി നിന്നിരുന്നവർ ഒരു നിമിഷം നിശബ്ദരായി പരസ്പരം നോക്കി. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ന്യായമായ ആവശ്യമാണിപ്പോൾ പ്രേമചന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ആളുകളുടെ നിശബ്ദത കണ്ടപ്പോൾ ഗോപിനാഥ് നെറ്റിച്ചുളിച്ചു. ഇവരിൽ സഹതാപം തോന്നിയാൽ തങ്ങളുടെ ഉന്നം പിഴയ്ക്കും. അവൻ വാവച്ചനെയും ഹരിലാലിനെയും തോണ്ടി. പെട്ടെന്ന് മൂവരും ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് വന്നു. തന്റെ ഈ അടവങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഈ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് വേണ്ട. എന്തു വന്നാലും ഇവൻ ഇവിടെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. വാവച്ചൻ യദുരാമനെ നോക്കി പറഞ്ഞു.
ആ വാചകങ്ങൾ ആളുകളുടെ മനസ്സിൽ വീണ സഹതാപത്തിന്റെ കുഞ്ഞു തുള്ളികൾ വറ്റിച്ചു കളഞ്ഞു. അതേടോ, സമ്മതിക്കില്ല ഞങ്ങൾ. ഇവനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോ. ഗോപിനാഥ് പറഞ്ഞു. ഈ നിൽക്കുന്നവരുടെയൊക്കെ വീടുകളിൽ പെൺകുട്ടികൾ ഉള്ളതാ. ഇനി ആർക്കും ജയശ്രീക്ക് പറ്റിയതുപോലെ ഉണ്ടാകാൻ പാടില്ല. ജനം വീണ്ടും ഇളകി. ഞങ്ങളെ മയക്കാമെന്ന് നോക്കണ്ടടോ, വേഗം പൊയ്ക്കോ മോനുമായിട്ട്. അയാൾ മറുപടി പറയും മുൻപ് ഹരിലാൽ പിടിച്ചു തള്ളി. വേഗം തിരിച്ചു പോടോ. പ്രേമചന്ദ്രനിലെ പുരുഷൻ ഉണർന്നു. ഈ പഞ്ചായത്തിലെ ഒരു കുടുംബമാടാ എന്റേതും. നിന്നെയൊക്കെ പോലെ ആരെങ്കിലും പറഞ്ഞാലുടൻ പോകാൻ എനിക്ക് മനസ്സില്ല. അല്ലെങ്കിൽ ഞങ്ങളെയെല്ലാം കൊന്ന് നീയൊക്കെ പുഴുങ്ങി തിന്ന്. വേണ്ടി വന്നാൽ അതും ചെയ്യുമടാ ഞങ്ങൾ, ഗോപിനാഥ് അലറി. കണ്ടോ കണ്ടോ, ആദ്യമൊക്കെ പാവത്താൻ ചമഞ്ഞ് നമ്മളെ പറ്റിക്കാനായിരുന്നു ഇവന്റെ ശ്രമം. അത് നടക്കത്തില്ലെന്ന് വന്നപ്പോൾ അടവ് മാറ്റിയത്. ഹരിലാൽ ആളുകൾക്ക് വീര്യം പകർന്നു. എന്നാൽ പോകുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടടാ. മണപ്പള്ളിയിലെ രാഷ്ട്രീയ ഗുണ്ടയായ ഒരാൾ പ്രേമചന്ദ്രനെ പിന്നെയും പിടിച്ചു തള്ളി. അയാൾ വേച്ചു വന്ന് ടെമ്പോ വാനിന്റെ ബോണറ്റിൽ മുട്ടിനിന്നു. ഇത് കണ്ടിട്ട് യദുരാമന് സഹിച്ചില്ല. അവൻ ഡോർ തുറക്കാൻ നോക്കി, കഴിഞ്ഞില്ല. രണ്ടാമതും തന്നെ കൈവയ്ക്കാനെത്തിയ ഗുണ്ടയെ പ്രേമചന്ദ്രൻ പിടിച്ചു തള്ളി. അതോടെ ചുറ്റും നിന്ന ആളുകൾ പ്രേമചന്ദ്രനെ മർദ്ദിക്കാൻ തുടങ്ങി. പപ്പ, യദുവിന്റെ ഒച്ചയുയർന്നു. ഇടയ്ക്കിടെ ഒന്നും രണ്ടും തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പ്രേമചന്ദ്രൻ. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ തീർത്തും അവശനായി. ആളുകൾ അയാളെ റോഡിലിട്ട് ചവിട്ടി. പപ്പ, ഹൃദയം പിളരുന്ന നിലവിളിയോടെ യദുരാമൻ വാനിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരുന്നിട്ട് താൻ ഇരുന്ന ഭാഗത്തെ ഡോറിൽ ആഞ്ഞാഞ്ഞ് ചവിട്ടുവാൻ തുടങ്ങി. ഡോറിന്റെ ലോക്ക് ഇളകി. അതിനിടെ സീറ്റിനടിയിൽ കിടന്നിരുന്ന ജാക്കി ലിവർ അവന്റെ കണ്ണിൽ പെട്ടു. ആവേശത്തോടെ അത് വലിച്ചെടുത്തതും ഡോർ ചവിട്ടി തുറന്നതും ഒരേ സെക്കൻഡിൽ കഴിഞ്ഞു. വിടിനടാ എന്റെ പപ്പയെ എന്ന അലർച്ചയോടെ അവൻ കുതിച്ചിറങ്ങി. കയ്യിൽ ജാക്കി ലിവർ ഉയർന്നു താണു. ഒരുവൻ അലറിക്കൊണ്ട് താഴെ വീണു. മറ്റുള്ളവർ ഞെട്ടി പിന്നോട്ട് മാറി. റോഡിൽ കിടക്കുന്ന പപ്പയെ ഒന്നേ നോക്കിയുള്ളൂ യദുരാമൻ. ചോരയും മണ്ണും കുഴഞ്ഞ് ഒരു പഴന്തുണിക്കെട്ടുപോലെ. പിന്നെ അവൻ ഒരാക്രമണമായിരുന്നു. ജാക്കി ലിവറിന്റെ മുന്നിൽ മറ്റുള്ളവരുടെ ആയുധങ്ങൾ അന്തരീക്ഷത്തിൽ പറന്നു. ആളുകൾ ചിന്നിച്ചിതറി. ടാർസനെ പോലെ ഗർജിച്ചുകൊണ്ട് മുന്നിൽ വന്നവരെയെല്ലാം അവൻ ആക്രമിച്ചു. വാവച്ചനും ഗോപിനാഥും ഹരിലാലും ആളുകൾക്കിടയിലൂടെ സൂത്രത്തിൽ പിൻവലിയുവാൻ ഭാവിക്കുകയായിരുന്നു. എന്നാൽ യദുരാമന്റെ കണ്ണുകൾ അവരെ കണ്ടെത്തി. മുന്നോട്ടു കുതിച്ച അവൻ ഞൊടിയിടയിൽ ചാടിയുയർന്നു. വലതുകാൽ വാൾ പോലെ വട്ടം വീശി. കഴുത്തിനടിയേറ്റ വാവച്ചൻ ഒരു വശത്തേക്ക് മറിഞ്ഞു. അവനെ തറയിൽ ചവിട്ടി അമർത്തിക്കൊണ്ട് യദുരാമൻ ആ ശിരസ് ലക്ഷ്യമാക്കി ജാക്കി ലിവർ ഉയർത്തി. പക്ഷേ പിന്നിൽ നിന്ന് ഗോപിനാഥും ഹരിലാലും അവനെ വട്ടം പിടിച്ച് പിന്നോട്ട് വലിച്ചു. വാവച്ചൻ ചാടി എണീറ്റ് അവനെ ആക്രമിക്കാനായി മുന്നോട്ട് വന്നതും അവൻ അവരുടെ പിടിയിൽ നിന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് ചാടി വലതുകാൽ കൊണ്ട് വാവച്ചന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. വാവച്ചൻ മലർന്നു വീണു. യദുരാമൻ തന്നെ പിടിച്ചിരുന്നവരെ കുടഞ്ഞെറിഞ്ഞു. പിന്നെ ജാക്കി ലിവർ വീശിയടിച്ചു. നട്ടെല്ല് പിളർന്നതുപോലെ ഗോപിനാഥും ഹരിലാലും നിലവിളിച്ചു. ഓടിക്കോടാ, ഇവന് ഭ്രാന്ത. ഓടുന്നതിനിടയിൽ വാവച്ചൻ വിളിച്ചു പറഞ്ഞു. അതോടെ സകലരും ഓടി. എന്നിട്ടും യദുരാമൻ ജാക്കി ലിവറുമായി വട്ടം കറങ്ങി. ഇനി ആരാടാ ഉള്ളത്? തന്തയ്ക്ക് പിറന്നോന്മാരുണ്ടെങ്കിൽ വാടാ എന്റെ ജീവനെടുക്കാൻ. അറിയാതെ അവൻ വെറും വായി ചവച്ചു കൊണ്ടിരുന്നു. ആരും അടുത്തു വന്നില്ല. അവർ അവൻ ഓടിയെത്താത്ത അകലത്തിൽ പോയി തിരിഞ്ഞു നിന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ എല്ലാവരെയും നോക്കിയിട്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ പപ്പയുടെ അടുത്ത് ഓടിയെത്തി. തറയിൽ നിന്നും എഴുന്നേൽക്കാൻ പാടുപെടുകയായിരുന്നു പ്രേമചന്ദ്രൻ. അവൻ പപ്പയെ താങ്ങി എണീൽപ്പിച്ചു. പപ്പ, വെള്ളം. പ്രേമചന്ദ്രന്റെ ചുണ്ടുകൾ ചലിച്ചു. അവൻ തൊട്ടടുത്ത കടയിലേക്ക് ചെന്നു. ഒരു സോഡതാ, വേഗം. ഇവിടില്ല. കടക്കാരൻ മുഖം തിരിച്ചു. അവന്റെ കണ്ണുകൾ സോഡ പെട്ടിയിൽ തറഞ്ഞു. നിറയെ സോഡകൾ. ഇത് പിന്നെ നിന്റെ അപ്പന് ധാര കോരാൻ വെച്ചിരിക്കുവാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഒരെണ്ണം വലിച്ചെടുത്തു. കടക്കാരന് എതിർക്കാൻ കഴിഞ്ഞില്ല. യദുരാമൻ അത് കടിച്ചു തുറന്നിട്ട് പപ്പയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആർത്തിയോടെ അയാൾ അത് കുടിച്ചു. പകുതിയായപ്പോഴേക്കും പറഞ്ഞു, മതി. അവൻ ബാക്കി കൊണ്ട് പപ്പയുടെ മുഖം കഴുകി. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റാതെ താനിരുന്ന സീറ്റിൽ കയറ്റിയിരുത്തി. സോഡ കുപ്പി തിരികെ കൊണ്ടുചെന്ന് യഥാസ്ഥാനത്ത് വെച്ചിട്ട് അതിൽ നിന്നും ഒരെണ്ണം കൂടിയെടുത്ത് കടിച്ചു തുറന്ന് വായിലേക്ക് കമഴ്ത്തി. അനന്തരം ഒരു 5 രൂപ നോട്ട് കടക്കാരന്റെ പണപ്പെട്ടിക്ക് മുകളിലേക്കിട്ടിട്ട് ജാക്കി ലിവറുമായി പിന്തിരിഞ്ഞു. അവനാണ് പിന്നീട് പപ്പയുടെ കീശയിൽ നിന്ന് താക്കോൽ വാങ്ങി ടെമ്പോ വാൻ ഓടിച്ചത്. അതിന്റെ പൂട്ടു തകർന്ന ഡോർ തുറന്നുപോയി. പ്രേമചന്ദ്രൻ ഒരു വിധത്തിൽ അത് പിടിച്ചടിപ്പിച്ചു കൊണ്ടിരുന്നു.
എന്നാലും ആ യദുരാമന് വന്ന ഒരു മാറ്റമേ. വാൻ കണ്ണിൽ നിന്നകന്നപ്പോൾ ഓട്ടോ ഡ്രൈവർ രാജീവ് പിറുപിറുത്തു. എത്ര എണ്ണത്തിനെയാ ഒറ്റയ്ക്കവൻ അടിച്ചു പരത്തിയത്. അതാടാ ജയിലിൽ പോയാലുള്ള ഗുണം. പിന്നെ മേലും കീഴും നോക്കത്തില്ല. ഗ്രഹപ്പിഴ തങ്കപ്പൻ അനുഭവജ്ഞാനിയെപ്പോലെ പറഞ്ഞു. തങ്കപ്പന് ഗ്രഹപ്പിഴ എന്ന ഇരട്ടപ്പേര് വന്നത് എവിടെ പോകും മുമ്പ് നല്ല സമയം നോക്കും എന്നുള്ളതിനാലാണ്. രാഹുകാലത്തിന് ആര് പറഞ്ഞാലും തങ്കപ്പൻ ഓട്ടോ ഓടിക്കത്തില്ല. അത് ശരിയാ തങ്കപ്പൻ ചേട്ടാ, കുറച്ചു കാലം താനും ഗോതമ്പുണ്ട തിന്നതല്ലേ. വാസു കളിയാക്കി. ബാർബർ ഷോപ്പാണ് വാസുവിന്. ഒരു ഷേവിങ് കിട്ടിയാലുടനെ പോയി പട്ടയടിക്കും. അങ്ങനെ കിട്ടിയ പേരാണ് വാറ്. താൻ ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയാത്തവരെ കൂടി അറിയിക്കേണ്ടെന്ന് കരുതി തങ്കപ്പൻ മിണ്ടിയില്ല. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടെമ്പോവാൻ പൗർണമിക്ക് മുന്നിൽ എത്തിയിരുന്നു. അമൃതയും മക്കളും ഓടിവന്നു. ആദ്യം വാനിൽ നിന്നിറങ്ങിയത് യദുരാമനാണ്. എന്റെ മോനെ. അവർ അവനെ കെട്ടിപ്പിടിച്ചു. നീയങ്ങ് വല്ലാതെ കോലം കെട്ടു പോയല്ലോടാ. അവർ അവന്റെ ശരീരത്തിൽ തപ്പി നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് ഋഷിയെയും വിനയെയും നിത്യയെയും നോക്കി. പിന്നെ പറഞ്ഞു, സുഖവാസത്തിനൊന്നും പോയതല്ലല്ലോ മമ്മി, ജയിലിലല്ലായിരുന്നോ ഞാൻ. പ്രേമചന്ദ്രൻ വളരെ ബുദ്ധിമുട്ടിയാണ് വാനിൽ നിന്നിറങ്ങിയത്. പപ്പ. അയാൾ വേച്ചു പോകുന്നത് കണ്ട് ഋഷി ഓടിച്ചെന്ന് താങ്ങി. എന്തുപറ്റി പപ്പ? ഒന്നുമില്ല. എന്നാൽ ചോരയും മണ്ണും വസ്ത്രങ്ങളിൽ പുരണ്ടത് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്കായി. മകനെ വിട്ടിട്ട് അമൃത ഭർത്താവിന്റെ അരികിൽ ഓടിയെത്തി. എന്താ പ്രേമേട്ട, വന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അയാൾ വീടിനുള്ളിലേക്ക് നടക്കാൻ ഭാവിച്ചു. കുഴപ്പമൊന്നുമില്ല, എല്ലാരും അകത്തു പോരെ. വീടിനുള്ളിൽ വെച്ച് യദുരാമനാണ് മണപ്പള്ളിയിലെ സംഭവം പറഞ്ഞത്. ഈശ്വര, ഇനിയും ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ അവന്മാര്. അമൃത നെഞ്ചിൽ കൈവച്ചു. നീ പോയി ചോറ് വിളമ്പടി, ഇത് മോന് വിശക്കുന്നുണ്ടാവും. അമൃതയോട് പറഞ്ഞിട്ട് പ്രേമചന്ദ്രൻ വിനയെ നോക്കി. മോള് കുറച്ച് വെള്ളം കോരി മറപ്പുരയിലേക്ക് വയ്ക്ക്. പപ്പ ഒന്ന് കുളിക്കട്ടെ. അത് കഴിഞ്ഞു മതി മമ്മി എനിക്കും ആഹാരം. എത്ര നാളായി എല്ലാവരുടെയും ഒപ്പമിരുന്ന് ആഹാരം കഴിച്ചിട്ട്, അല്ലേ കൊച്ചുമോളെ? യദുരാമൻ നിത്യയെ ചേർത്ത് പിടിച്ചു. അവൾ വിങ്ങിപ്പൊട്ടും വിധത്തിൽ നിൽക്കുകയായിരുന്നു. പ്രേമചന്ദ്രൻ കുളി കഴിഞ്ഞ് വന്നു. അമൃത എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം യദുരാമൻ എല്ലാവരോടും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു. അവൻ വന്നതറിഞ്ഞ് അയൽവക്കത്തുള്ളവർ പുറത്തിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. ഋഷി ഏട്ടന്റെ അടുത്തെത്തി. എന്താടാ, നീ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ. യദുരാമൻ അവനെ അടിമുടി നോക്കി. ഏട്ടാ, അത് പിന്നെ എത്ര നേരമാ ഒന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഈ നിമിഷം നിർത്തിക്കോണം എല്ലാം. നീയെങ്കിലും പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു സഹായമായിട്ട് ഉണ്ടാവണം. എന്റെ കാര്യം ഇനി നോക്കണ്ട. കൊടുക്കാനും വാങ്ങാനുമുള്ളതൊക്കെ ഈ ഏട്ടൻ ചെയ്തോളാം, മനസ്സിലായല്ലോ? അവൻ തലകുലുക്കി. എന്നാൽ പോ. പക്ഷേ അവൻ സംശയിച്ചു നിന്നു. ഇന്നത്തെ പ്രശ്നത്തിനും പോലീസ് വരുമോ ഏട്ടാ? അവൻ കൈമലർത്തി. പക്ഷേ അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇരമ്പിപ്പാഞ്ഞു വന്ന ഒരു പോലീസ് ജീപ്പ് ആ മുറ്റത്ത് ബ്രേക്കിട്ടു. യദുരാമന്റെ തൊട്ടു മുന്നിൽ അവനെ തന്നെ നോക്കിക്കൊണ്ട് DYSP ആന്ത്രാക്സ് ലേഖ പുറത്തേക്ക് കുതിച്ചിറങ്ങി. അധ്യായം 6. മുറ്റത്തെ മാവിനരികിൽ ഒരു കരിങ്കല്ലിൽ ഇരുന്ന് ചെറുകല്ലുകൾ പെറുക്കി വെറുതെ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യദുരാമൻ. മനസ്സ് അവിടെയെങ്ങുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടു മുന്നിൽ പോലീസ് ജീപ്പ് ബ്രേക്കിട്ടപ്പോൾ ഒരു ഞെട്ടലോടെയാണ് അവൻ തലയുയർത്തിയത്. അപ്പോഴേക്കും DYSP ആന്ത്രാക്സ് ലേഖ അതിൽ നിന്ന് കുതിച്ചിറങ്ങി കഴിഞ്ഞിരുന്നു. യദുരാമൻ കല്ലിൽ നിന്ന് എഴുന്നേറ്റു. ജയിലിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങും മുമ്പ് നീ വിളയാട്ടം തുടങ്ങി അല്ലേടാ? അവന്റെ മുന്നിലെത്തി ചോദ്യവും അടിയും ഒന്നിച്ചു കഴിഞ്ഞു. പക്ഷേ ക്ഷണത്തിൽ അവൻ തെന്നിമാറി. അത് കണ്ടപ്പോൾ ലേഖയുടെ കോപം ഇരട്ടിച്ചു. ആഹാ, അത്രയ്ക്കായോ നീ? വീണ്ടും അവനെ അടിക്കാനായി അവൾ മുന്നോട്ടാഞ്ഞതോടെ അവൻ കൈചൂണ്ടി ഗർജിച്ചു. തൊട്ടുപോകരുതന്നെ. ആ ശബ്ദത്തിനു മുന്നിൽ ഒരു അദൃശ്യ ഭിത്തിയിൽ വന്ന് മുട്ടിയതുപോലെ ഒരു നിമിഷം നിന്നുപോയി ലേഖ. എങ്കിലും വളരെ പെട്ടെന്ന് അവർ ചീറി. തൊട്ടാൽ നീ എന്തു ചെയ്യുമടാ? എന്നെ അങ്ങ് കൊന്നേക്കണം. അല്ലെങ്കിൽ സാറ് സ്ത്രീയാണെന്നൊന്നും നോക്കത്തില്ല ഞാൻ. എന്താടാ നീ സാറിനോട് പറഞ്ഞത്? ASI സത്യപാലൻ അവന്റെ നേരെ കുതിച്ചു. പക്ഷേ ലേഖ കൈ ഉയർത്തി വിലക്കി. സത്യപാലൻ നിന്നു. ലേഖ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. എന്നാൽ എന്നെ നീ എന്തു ചെയ്യുമെന്ന് ഒന്ന് കാണട്ടടാ. സാറേ, മര്യാദയുടെ ഭാഷയിലാ ഞാൻ പറയുന്നത്. എന്നെ തല്ലരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ പോലീസുകാര് എന്നെ ഒത്തിരി തല്ലിച്ചതച്ചതാ. ഇനി തെറ്റ് ചെയ്യാതെ തല്ലു വാങ്ങുവാൻ എനിക്ക് മനസ്സില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനാ ഞാൻ.
തെല്ലും പതറാതെയുള്ള അവന്റെ നിൽപ്പും സംസാരവും കണ്ടപ്പോൾ ലേഖയുടെ ഉള്ളിലും ഒരു പതർച്ചയുണ്ടായി. ഇവൻ തന്നെ തിരിച്ചു തല്ലിയാൽ? അപ്പോഴേക്കും വീടിനുള്ളിൽ നിന്ന് പ്രേമചന്ദ്രനും ഋഷിയും വിനയയും ഓടി വന്നു. പ്രേമചന്ദ്രൻ നടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. എന്തിനാ സാറേ, ഇനിയും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൈത്തരിപ്പ് തീർക്കാനാണോ? വന്നപാടെ പ്രേമചന്ദ്രൻ തിരക്കി. മകന്റെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് നല്ലതാണല്ലോ. ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതല്ലേ ഉള്ളൂ ഈ റാസ്കൽ. വീട്ടിലെത്തും മുമ്പ് എത്ര പേരെയാ തല്ലിയത്. മരിക്കുമെന്ന് തോന്നുമ്പോൾ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി പോരാടി പോകത്തില്ലേ സാറേ? അതുതന്നെയാ നടന്നത്. പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ ലേഖയുടെ നെറ്റി ചുളിഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പിന്നീട് പറയാം. ഏതായാലും ഇവൻ അടിയുണ്ടാക്കിയല്ലോ, അതിന് പരാതിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. പറഞ്ഞുകൊണ്ട് ലേഖ സത്യപാലനെ നേരെ തിരിഞ്ഞു. അറസ്റ്റ് ഹിം. സത്യപാലൻ യദുരാമന്റെ തോളിൽ കൈവച്ചു. കേറടാ ജീപ്പിൽ. ആന്ത്രാക്സ് ലേഖയെ നോക്കി പകയോടെ നിൽക്കുകയായിരുന്നു ഋഷി. വീടിന് പിന്നിലെ കൃഷിയിടത്തിൽ നിത്യമോളോടൊപ്പം നിൽക്കുകയായിരുന്ന അമൃത ഏറ്റവും ഒടുവിലാണ് വിവരമറിഞ്ഞത്. അതും അയൽക്കാർ തങ്ങളുടെ വീടിന് മുന്നിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ. വാ മോളെ എന്ന് നിത്യയോട് പറഞ്ഞിട്ട് ഒറ്റയോട്ടമായിരുന്നു അമൃത. അച്ഛനെ ഒന്ന് നോക്കിയിട്ട് പോലീസ് ജീപ്പിലേക്ക് കയറുകയായിരുന്നു അപ്പോൾ യദുരാമൻ. അവന്റെ പിന്നാലെ പോലീസുകാരും കയറി. ഏറ്റവും ഒടുവിൽ ലേഖ. ജീപ്പിന്റെ ഫുട് റെസ്റ്റിലേക്ക് കാൽ വെച്ചതേയുള്ളൂ. ഓടിയെത്തിയ അമൃത ലേഖയെ തുറച്ചു നോക്കി. ലേഖയെ ഒറ്റ വിളി. കാൽ പിൻവലിച്ച് ലേഖ വെട്ടിത്തിരിഞ്ഞു. കോപത്തോടെ അമൃതയെ നോക്കി. പൊടുന്നനെ ആ ഭാവം മാറി. ലേഖയുടെ മുഖത്ത് അത്ഭുതവും ആഹ്ലാദവും ഒരുമിച്ചുണ്ടായി. പ്രേമചന്ദ്രനും മക്കളും ഇരുവരെയും മാറി മാറി നോക്കി. പോലീസുകാരും. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. അവിടെ ഒരു നിശബ്ദത പരന്നു. ആന്ത്രാക്സ് ലേഖ അമൃതയുടെ മുഖത്തു നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ മുന്നോട്ട് വന്നു. അമൃതയുടെ കരം കവർന്നു. അമൃതേ, നീ ഇവിടെ? ആഹ്ലാദം നിറഞ്ഞതായിരുന്നു ആ ചോദ്യം. പക്ഷേ അമൃതയുടെ കൺകോണുകളിൽ 2 തുള്ളി നീർ പൊടിഞ്ഞു. എന്റെ വീട്ടിലല്ലേ എനിക്ക് നിൽക്കാൻ പറ്റൂ സാറേ. നീ എന്താടി എന്നെ വിളിച്ചത് സാറേന്നോ? ദേ ഞാൻ ഒരെണ്ണം അങ്ങോട്ടിട്ടു തരും കേട്ടോ. സ്വയം മറന്നതുപോലെയായിരുന്നു ലേഖ. സകലരും മിഴിച്ചു നിൽക്കുകയാണ്. വിളറിയ ഒരു ചിരി അമൃതയുടെ മുഖത്തുണ്ടായി. ലേഖ ഗൗരവത്തിലായി. അപ്പോൾ യദുരാമൻ നിന്റെ മകനാണോ അമൃതേ? അവർ തലകുലുക്കി. ഒരു നിമിഷം ലേഖ എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ ജീപ്പിന് നേരെ തിരിഞ്ഞു. സത്യപാല, അവനെ ഇറക്കി വിട്ടേര് സാർ. അങ്ങനെ അവൻ മോചിതനായി. മറ്റുള്ളവർക്കാർക്കും അപ്പോഴും ലേഖയും അമൃതയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് മനസ്സിലായിരുന്നില്ല. എനിക്ക് നിന്നോട് കുറച്ചേറെ സംസാരിക്കാനുണ്ട്, പക്ഷേ ഇന്ന് സമയമില്ല. ലേഖ വീണ്ടും അമൃതയുടെ കരം കവർന്നു. പേടിക്കണ്ട, ഏതായാലും ഞാനുണ്ടല്ലോ ഇവിടെ. എവിടാ ലേഖ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, അമൃത അറിയിച്ചു. അത് വേണ്ടടി, എല്ലാം ശ്രദ്ധിക്കാൻ പല കണ്ണുകളും ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വരാം എത്രയും വേഗത്തിൽ. ലേഖയുടെ കണ്ണുകൾ പ്രേമചന്ദ്രന്റെയും മറ്റു മുഖത്ത് ഒരു നിമിഷം ഉടക്കി. പിന്നെ അമൃതയോട് യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറി. അത് അകന്നുപോയി. അമ്മയ്ക്കെങ്ങനെ ആ സാറിനെ പരിചയം? നിത്യമോളാണ് ആദ്യം തിരക്കിയത്. അത് അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരിയാ. തുടർന്ന് അവർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇപ്പോൾ എനിക്കൊത്തിരി ആശ്വാസം തോന്നുന്നു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിലിരുന്ന ഞങ്ങളെ പഠിച്ചത്. അത് പറയുമ്പോൾ കുട്ടിപ്പാവാടയും ഉടുപ്പുമിട്ട് സ്കൂളിൽ പോകുന്ന തങ്ങളുടെ രൂപമായിരുന്നു അമൃതയുടെ മനസ്സിൽ. ഋഷിക്ക് പക്ഷേ ലേഖ അമ്മയുടെ കൂട്ടുകാരിയാണെന്ന് കേട്ടിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തന്നെ മൃഗീയമായി ഉപദ്രവിച്ച രാക്ഷസി. അവൻ പല്ലിറുമി. ആ നേരത്ത് ജീപ്പിലിരുന്ന് ലേഖ ചിന്തിച്ചതും തന്റെയും അമൃതയുടെയും ബാല്യമായിരുന്നു. അമൃത കൊണ്ടുവന്ന പൊതിച്ചോറ് എത്ര ഉണ്ടിരിക്കുന്നു താൻ. വീട്ടിൽ മിക്കവാറും അരപ്പട്ടിണിയായിരുന്നു. വാസ്തവത്തിൽ മിക്കവാറും സ്കൂളിൽ പോകുവാനുള്ള പ്രചോദനം തന്നെ അമൃത ചോറ് കൊണ്ടുവരുമല്ലോ എന്നതായിരുന്നു. ആ അമൃതയുടെ മകനെയാണ് താൻ. ഋഷിയോട് താൻ പെരുമാറിയതിനെക്കുറിച്ചോർത്തപ്പോൾ അവർക്ക് കുറ്റബോധം തോന്നി. എന്നാലും ആ ചെറുക്കനെ വിടണ്ടായിരുന്നു. ASI സത്യപാലന്റെ ശബ്ദമാണ് ലേഖയെ ഉണർത്തിയത്. അവൾ പിന്നോട്ട് തിരിഞ്ഞു. അല്ല, ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ സാറ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട്. പങ്കജാക്ഷൻ പറയുന്നത് പോലെ ചെയ്യാൻ നമ്മളെന്താ അയാളുടെ വീട്ടുജോലിക്കാരാണോ? അതല്ല സാർ. ഒരെന്നാലുമില്ല സത്യപാല. കുറ്റക്കാരൻ യദുരാമനാണെങ്കിൽ തീർച്ചയായും അവന്റെ പേരിൽ കേസെടുക്കും. അക്കാര്യത്തിൽ താൻ സംശയിക്കേണ്ട. ഇനി എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു സത്യപാലന്. DYSPയെ ഓഫീസിൽ ഇറക്കിയിട്ട് പോലീസുകാർ സ്റ്റേഷനിലേക്കും പോന്നു.
അവിടെ എത്തിയ ഉടൻ സത്യപാലൻ ഫോണിലൂടെ പങ്കജാക്ഷനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. തനിക്ക് പ്രീതി കിട്ടത്തക്ക വിധത്തിൽ ചില വാചകങ്ങൾ കൂടി ചേർക്കുകയും ചെയ്തു. കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ അമൃതയുടെ വീട്ടിൽ പോകണമെന്നും കാര്യങ്ങൾ വിശദമായി അറിയണമെന്നും തീരുമാനിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോകാനായി എണീറ്റതായിരുന്നു ലേഖ. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. അവൾ അതിലേക്ക് ഒന്ന് തുറച്ചു നോക്കിയിട്ട് റിസീവർ എടുത്തു. യെസ്, ഡിവൈഎസ്പി ലേഖ. പങ്കജാക്ഷനാണേ. ജില്ലാ പ്രസിഡന്റിന്റെ വിനയം നിറഞ്ഞ ശബ്ദം. ലേഖയുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ പോകാനിറങ്ങുകയായിരുന്നു. എന്താ പ്രസിഡന്റ് വിശേഷിച്ച്? നേരത്തെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിരുന്നല്ലോ ഞാൻ. ആ യദുരാമനെ അറസ്റ്റ് ചെയ്തോ? ചെയ്തില്ല, ഞങ്ങൾ അവിടെ പോയിരുന്നു. എന്താ, അവൻ ഒളിവിലാണോ? അല്ല, ഇന്നത്തെ അടിപിടി കേസിൽ വേറെ ചില ഇഷ്യൂസ് കൂടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരന്വേഷണം നടത്തിയിട്ടാകാം അറസ്റ്റ്. സാറിന്റെ ശബ്ദത്തിനെന്താ ഒരു മാറ്റം? ശബ്ദം മാറ്റുവാൻ ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നുമല്ലല്ലോ. എനിക്ക് ഒറ്റ ശബ്ദമേ ഉള്ളൂ. അവർ ചിരിച്ചു. അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്നറിയാം. ബൈ ദ ബൈ, ആ സ്ത്രീ അമൃത സാറിന്റെ പരിചയക്കാരിയാണ് അല്ലേ? പെട്ടെന്ന് ലേഖയുടെ കണ്ണുകൾ കുറുകി. പ്രസിഡന്റ് എങ്ങനെ അതറിഞ്ഞു? മറുപടി ഒരു ചിരിയായിരുന്നു. എന്റെ ലേഖ സാറേ, ഞാനീ കസേരയിൽ ഇരുന്നാൽ മതി. അറിയേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ അറിയും. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് താങ്കൾ സംസാരിച്ചത്. യെസ്. തന്റെ കൂടെ വന്ന പോലീസുകാർ തന്നെയാവും അയാളെ കാര്യങ്ങൾ അറിയിച്ചതെന്ന കാര്യത്തിൽ അവർക്ക് സംശയമേ ഇല്ലായിരുന്നു. അവളുടെ മൗനത്തിനിടയിലേക്ക് പങ്കജാക്ഷന്റെ ശബ്ദം ചിതറി വീണു. അപ്പോഴിനി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട അല്ലേ? സത്യവും നീതിയും അതിന്റെ വഴിക്ക് നീങ്ങിക്കൊള്ളും പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഫോൺ വെച്ച് കളഞ്ഞു. ഇനി കൂടുതൽ സൂക്ഷിക്കണമെന്ന് ലേഖയ്ക്ക് ഉറപ്പായി. വിശ്വസ്തരായ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ വേണം ഒപ്പം നിർത്തുവാൻ. അങ്ങനെ ചിന്തിച്ച നിമിഷത്തിൽ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് CI അനിരുദ്ധന്റെ മുഖമാണ്. അവൾ അനിരുദ്ധന്റെ ഓഫീസിലേക്ക് വിളിച്ചു. അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. അനിരുദ്ധ, സാർ, കം ടു മൈ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. സാർ. 10 മിനിറ്റിനുള്ളിൽ അയാൾ എത്തി. അവർ ഇരുവരും രഹസ്യമായി ചില ചർച്ചകളിൽ ഏർപ്പെട്ടു. രാത്രിയായി. മണപ്പള്ളിയിൽ ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനും ഗോപിനാഥും വാവച്ചനും ഹരിലാലും രഹസ്യയോഗം കൂടി. പങ്കജാക്ഷൻ ഒന്ന് ചിരിച്ചു. ഈ മണപ്പള്ളിയിൽ ഗുണ്ടായിസവുമായി നടന്ന രാഷ്ട്രീയക്കാരൊന്നും രക്ഷപ്പെടാതിരുന്നിട്ടില്ല. ഏതു പാർട്ടിയാണേലും അവരെല്ലാം കേരള നിയമസഭയിലും അതിനപ്പുറത്തും വരെ ചെന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങള് ആമ്പിള്ളേരെ പോലെ പ്രതികരിക്ക്. അതിനാ ഞാനീ രാത്രിയിൽ ഇങ്ങോട്ട് വന്നത്. പോലീസ് അവനെ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ പിടിക്കണം. നിങ്ങളെ തല്ലാൻ അവൻ ഉയർത്തിയ കൈകൾ ഇനി വേണ്ട. മനസ്സിലായ മട്ടിൽ മൂവരും തലയാട്ടി. പിന്നെ എല്ലാം കരുതലോടെ വേണം. അതൊക്കെ ഞങ്ങളേറ്റു. തുടർന്ന് അവർ അതേപ്പറ്റി തന്നെ ചർച്ച ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ യദുരാമന്റെ വീട് ലക്ഷ്യമാക്കി ഇടവഴിയെ നീങ്ങി. അത്യാവശ്യം വേണ്ടതൊക്കെ അവർ കരുതിയിരുന്നു. വടിവാൾ, ആസിഡ്, മുളകുപൊടി. ഒരാൾ വാതിലിൽ തട്ടി യദുരാമനെ വിളിക്കും. ആ നേരത്ത് 2 പേർ കരുതി നിൽക്കും. അവൻ വാതിൽ തുറക്കുമ്പോഴേക്കും മുഖത്ത് ആസിഡ് ചെപ്പിയിരിക്കണം. അവൻ നിലവിളിക്കുമ്പോഴേക്കും കൈകൾ അരിഞ്ഞു വീഴ്ത്തണം. എല്ലാത്തിനും കൂടി ആകെ 2 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ആ വീട്ടിലെ മറ്റാരെങ്കിലും ഓടി വന്നാൽ വിതറാനാണ് മുളകുപൊടി. യദുരാമന്റെ വീടിന് മുന്നിലെ റോഡിൽ അല്പനേരം നിന്നു അവർ. ആ വീട്ടിൽ വെളിച്ചത്തിന്റെ ഒരു കണിക പോലുമില്ല. എല്ലാം ശാന്തം. അലക്സാണ്ടറുടെ വീട്ടിലെ ലൈറ്റിന്റെ വെളിച്ചം അവിടേക്ക് പാളി വീഴുന്നുണ്ട്. റോഡിലെങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അവർ മുറ്റത്തേക്ക് കയറി. വാവച്ചനും ഹരിലാലും വാതിലിന്റെ വശങ്ങളിലായി നില ഉറപ്പിച്ചു. വലത് കൈയിൽ ആസിഡ് കുപ്പി മുറുകെ പിടിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് ഗോപിനാഥ് വാതിലിൽ തട്ടി. വളരെ പെട്ടെന്ന് തന്നെ അകത്ത് പ്രതികരണമുണ്ടായി. ആരാ? പ്രേമചന്ദ്രന്റെ ശബ്ദം. യദുരാമനില്ലേ? ഗോപിനാഥ് ശബ്ദം മാറ്റി തിരക്കി. ആരാടാ? ആ ശബ്ദം അവർ തിരിച്ചറിഞ്ഞു. യദുരാമൻ. ഡിവൈഎസ്പി ലേഖ സാറ് പറഞ്ഞു വിട്ടതാ എന്നെ. നിന്നോട് രഹസ്യമായിട്ടൊരു കാര്യം പറയുവാൻ. വാതില് തുറക്ക്. ദാ വരുന്നു. പുറത്ത് മൂവരും കരുതി നിന്നു. വാതിലിന്റെ സാക്ഷ നീങ്ങുന്ന ശബ്ദം. വാവച്ചനും ഹരിലാലും വടിവാൾ ഓങ്ങി. ഗോപിനാഥ് ആസിഡ് കുപ്പിയുടെ അടപ്പ് തുറന്നു. ബാക്കി ഭാഗം നാളെ.